Sir, you please. I am on my legs. I am on my legs. Yes, you please, have please, no please, right. please, please. No right to intervene. No right. No right. I am on my legs. Please, അങ്ങ് സംസാരിച്ചോ. പ്ലീസ് അവര് സംസാരിക്കട്ടെ പ്ലീസ്. അവിടെ ഇരിക്കെ പ്ലീസ്. അവിടെ ഇരിക്കെ. യെസ്. സർ ശ്രീ ബഹുമാനപ്പെട്ട മന്ത്രി പാർലമെന്ററി വകുപ്പിന്റെ കൂടെ മന്ത്രിയാണ്. അദ്ദേഹത്തിന് നടപടിക്രമങ്ങളൊക്കെ അറിയണം. സർ, ഞങ്ങൾ പറഞ്ഞു തിരുവനന്തപുരം ലോ കോളേജിലെ സംഭവം ഞാൻ ഇവിടെ അവതരിപ്പിച്ചു. അന്ന് മുഖ്യമന്ത്രി ഇതുപോലെ ന്യായീകരണം നടത്തി. സർ, ഞങ്ങളുടെ പെൺകുട്ടികളെ ചവിട്ടി നിലത്ത് വലിച്ചിട്ട് ചവിട്ടിയപ്പോഴാണ് ഞാൻ കൊണ്ടുവന്നത്. സങ്കടം വന്നിട്ട് കൊണ്ടുവന്നതാണ്. സാർ, അന്നേരം ന്യായീകരിച്ചു. പിറ്റേ മാസം 21 അധ്യാപകരെ, 16 അധ്യാപികമാരുൾപ്പെടെയുള്ളവരെ 21 അധ്യാപകരെ ഇരുണ്ട മുറിയിൽ പൂട്ടിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തു. പുറത്തിറങ്ങാൻ ശ്രമിച്ച അധ്യാപികയുടെ കൈ തിരിച്ചു പിടിച്ചു. സാർ, ഒരു കോളേജിൽ പ്രിൻസിപ്പൽ ഇറങ്ങിയപ്പോൾ അവർക്ക് പ്രതീകാത്മകമായി ശവപ്പെട്ടി ഒരുക്കി കൊടുത്തു. വേറൊരു പ്രിൻസിപ്പലിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കേട്ടോളം, ഇവിടെ സംഘപരിവാറിന്റെ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അധ്യാപക സംഘടനയിൽ 29 വർഷം പ്രവർത്തിച്ച ആ പ്രിൻസിപ്പലാണ് ഇപ്പൊ ആലത്തൂരിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി നിന്ന്. നിങ്ങൾ കൊടുത്താണ് അവരെ. നിങ്ങൾ കൊടുത്താണ്. സർ, മഹാരാജാസ് കോളേജിൽ അവിടെ ഇരിക്കെ അദ്ദേഹം പറയട്ടെ. പ്ലീസ്. ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ. അവിടെ ഇരിക്കെ പ്ലീസ്. അവിടെ ഇരിക്കെ അദ്ദേഹം സംസാരിക്കട്ടെ പ്ലീസ്. അവിടെ ഇരിക്കെ. യെസ്. മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. 9 മിനിറ്റ്. സാർ, മഹാരാജാസ് കോളേജിൽ ഇതുപോലെ നിങ്ങളിരിക്കും. എന്താണ് സാർ, ഒരു മര്യാദ വേണം. മന്ത്രിയായ ഒരു മര്യാദ വേണം ആദ്യം. സാർ, മഹാരാജാസ് കോളേജിൽ അങ്ങ് സംസാരിച്ചോ. സാർ, മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പലിന്റെ കസേര പുറത്തു കൊണ്ടുപോയി കത്തിച്ചു. അതിനേക്കാളും നല്ല പ്രിൻസിപ്പലിനെ കത്തിക്കുന്നതായിരുന്നു. പ്രതീകാത്മകമായി ചെയ്താണ്. സാർ, MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ASF സംസ്ഥാന നേതാവിനെ ക്രൂരമായി മർദ്ദിച്ചു. SFI നേതാക്കൾ പറഞ്ഞ വാക്കുകൾ എനിക്കിവിടെ പറയാൻ പറ്റില്ല, അൺപാർലമെന്ററിയാണ്. സാർ, ജനയുഗം എഴുതിയെന്താ? ഫാസിസ്റ്റ് കഴുകൻ കൂട്ടങ്ങളെന്നാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ ന്യായീകരിച്ച ഈ വിദ്യാർത്ഥി സംഘടനയെക്കുറിച്ച് റവന്യൂ മന്ത്രിയുടെ പത്രമായ ജനയുഗം എഴുതിയത് ഫാസിസ്റ്റ് കഴുകൻ കൂട്ടങ്ങളെന്നാണ്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം തകർത്തു. SFIക്കാര് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത് ആ പോയ പോക്കിൽ ഗാന്ധിയുടെ ചിത്രത്തിന് മാലയിടാൻ വേണ്ടി പോയതാണോ? ആണോ പോയത്? നിങ്ങൾ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്താണ്. സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്താണ്. നിങ്ങൾ എന്തിനാ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് അടിച്ചു തകർത്ത്? എന്തിനാ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് നിങ്ങൾ എന്തിനാ അടിച്ചു തകർത്തത്? സാർ, പറയാം, ചാപ്പകുത്തി കാര്യം പറയാം. സാർ ASFന്റെ നേതാവ്
സുബേഷ് സുധാകരൻ 123 ദിവസം SFIക്കാർ ആക്രമിച്ചിട്ട് ആശുപത്രി കിടന്നു. അയാൾ പറഞ്ഞെന്താണെന്നറിയാമോ? ഞങ്ങളെ ഇന്ന് വരെ ഒരു ക്യാമ്പസിലും KSUക്കാർ മർദ്ദിച്ചിട്ടില്ല. ഞങ്ങളെ മർദ്ദിക്കുന്നതും കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളതും SFIക്കാരാണ്. സുബേഷ് ASF നേതാവ്. സർ ഇവിടെ പറഞ്ഞല്ലോ AKG സെന്ററിൽ ബോംബെറിഞ്ഞു. എന്നിട്ട് സാർ ഇതേപോലത്തെ ആളുകളാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്. റോട്ടിലിറങ്ങിയാലും പ്ലീസ് അങ്ങ് സംസാരിച്ചോ, അങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് നോക്കണ്ട. എനിക്ക് സംരക്ഷണം. അതെ, ഇപ്പൊ സംസാരിക്കാൻ ഒരു പ്രോബ്ലം ഇല്ല, സംസാരിക്കാൻ ഒരു പ്രോബ്ലം ഇല്ല ഇവിടെ. എന്ത് മര്യാദ, ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾ സംസാരിച്ചോ, അതങ്ങ് ഇഗ്നോർ ചെയ്യും. നിങ്ങൾ സംസാരിച്ചോ, അങ്ങക്ക് മൈക്കുണ്ട്, അങ്ങ് സംസാരിച്ചോ, അങ്ങ് സംസാരിച്ചോ. ഞാൻ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നത് അങ്ങയുടെ പ്രസംഗം ഞാൻ കേൾക്കുന്നുണ്ട് കൃത്യമായി. അങ്ങ് സംസാരിച്ചോ, അങ്ങനെ സംസാരിക്കാൻ മറുഭാഗം കേൾക്കുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് സൈലന്റ് ആക്കിയ ഒരു അടിയന്തരമായ പ്രസംഗം നടക്കുവോ? പിൻ ഡ്രോപ്പ് സൈലൻസിൽ എപ്പോഴും കൂടെ പ്രസംഗം നടന്നിട്ടുണ്ടോ? അങ്ങേക്ക് അതിന് പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. അങ്ങേക്ക് അതിന് പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരും ഞാനിവിടെ അങ്ങനെ തന്നെയാണ് സ്ഥിതി. ചെയറിൽ നാളെ നിങ്ങൾ ഇരുന്നാലും തന്നെ ഗതി, ചെയറിൽ എനിക്ക് പകരം അങ്ങ് ഇരുന്നാലും തന്നെ ഗതി. പിൻ ഡ്രോപ്പ് സൈലൻസ് ഒരിക്കലും ആവാറില്ല ഇവിടെ. അത് രണ്ടു പക്ഷവും കാണിക്കുന്ന മര്യാദയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ് പ്ലീസ് അങ്ങ് പറഞ്ഞോ. എഴുന്നേറ്റ് ഇരിക്കാൻ പറയാം. അവിടെ ഇരിക്കെ. ഞാൻ എല്ലാം പറഞ്ഞിട്ടേ പോവുള്ളൂ. മുഖ്യമന്ത്രി ചോദിച്ചു, AKG സെന്ററിൽ ബോംബെറിഞ്ഞതിന് നിങ്ങൾ എന്തെല്ലാം വാർത്തകൾ വന്നു? സാർ, ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനാരാ? P. കൃഷ്ണപിള്ള. ആ സ്മാരകം തല്ലിത്തകർത്ത ആരാ? നിങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ തന്നെ. അങ്ങയുടെ പ്രസംഗം 13 മിനിറ്റ് കഴിഞ്ഞു. അങ്ങയുടെ പ്രസംഗം 13 മിനിറ്റ് കഴിഞ്ഞു. സാധാരണ ഒരു വാക്കൌട്ട് സ്പീച്ച് നിങ്ങൾ നടത്താറില്ല. അങ്ങ് തന്നെ പാലിക്കുന്ന ജെന്റിൽനെസ് ഉണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഇക്കാലം അത്രയും പാലിച്ച ജെന്റിൽനെസ് ഉണ്ട്. അങ്ങ് ഇതിനും പാലിക്കണം പ്ലീസ്. അങ്ങ് മുഖ്യമന്ത്രി 25, മുഖ്യമന്ത്രി 2 അവതരണം, മറുപടി 2 മറുപടിയാണ്. 2 മറുപടി, നോ 2 മറുപടിയാണ്. 2 മറുപടിയാണ്. മുഖ്യമന്ത്രി 2 മറുപടിയാണ്. ക്ലോക്കിൽ വളരെ ക്ലിയർ ആയി ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി 2 മറുപടിയാണത്. പ്ലീസ്, നിങ്ങള് ഒരു പ്രതിപക്ഷ നേതാവിനെ 13 മിനിറ്റ് ആയപ്പോ സമയമായെന്ന് പറഞ്ഞു. അങ്ങ് പാലിക്കുന്ന മര്യാദയാണ്. ബഹളം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ 10 മിനിറ്റ് ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ. സാർ, ചാപ്പകുത്തിയ സംഭവം പറഞ്ഞു. സാർ, 2000 ആണ്ടിലാണേ. 2000 നവംബർ 10 ചാപ്പകുത്തി. സാർ, ആ വിദ്യാർത്ഥി എവിടെയാണ് സാർ പറഞ്ഞേക്കുന്നത്? നിങ്ങളുടെ ദേശാഭിമാനിയിൽ ഒരു വാർത്ത വന്നു, അത് കോൺഗ്രസ് ഓഫീസിലെ ചാപ്പകുത്തിയെന്ന്. ആ വാർത്ത വായിച്ചിട്ട് ഇവിടെ ഒന്നും പറയല്ലേ സാർ? ഒരു വാർത്തയില്ല. ഞാൻ നിങ്ങളിരിക്കി ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ്. സാർ, ഇവിടെ നടക്കുന്നത് ഈ ക്യാമ്പസുകളിൽ മുഴുവൻ ഇടിമുറികൾ ഉണ്ടാക്കി പൈശാചികമായ വേട്ട നടത്തി എതിർ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആരെയും സമ്മതിക്കാതെ, ഞങ്ങളെ മാത്രമല്ല ASFനെ ഉൾപ്പെടെ ആരെയും സമ്മതിക്കാതെ ക്യാമ്പസുകളിലെ ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ്. സാർ, മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ ഈ പ്രസ്താവനയോട് കൂടി കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇനി ഇവരെ നിയന്ത്രിക്കാൻ ഒരാളുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ. നിങ്ങൾ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിച്ച നിങ്ങളുടെ കൈവിട്ടു പോകും. സാർ, ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഇതൊരു കാരണവശാലും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അങ്ങയുടെ സ്ഥാനത്തിന് നേരാത്താണ്. അങ്ങ് നവകേരള സദസ്സിനെ കുറിച്ച് പറഞ്ഞു. നവകേരള സദസ്സിൽ നിങ്ങൾക്ക് ആ നവകേരള സദസ്സ് യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത്. നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണെന്ന് തോന്നി. നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മഹാരാജാവല്ല, നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്.